ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്ക് ഓയിലും മുട്ടയും പാലും ഒന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മയോണൈസിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടനും ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് ക്യാഷ്യൂനട്ടാണ്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാമിൻ്റെ ക്യാഷ്യൂനട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 100 ഗ്രാം തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് 50 ഗ്രാം വെച്ച് ചെയ്യാം, അതുപോലെ ഒരു 10-20 എണ്ണമൊക്കെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം, എന്നിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം, എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അരക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അതൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർക്കാതെ വേണം അരക്കാൻ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഷുഗർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മയോണൈസിലൊക്കെ ഷുഗർ ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതാണ് എടുത്തിട്ടുള്ളത്. വലുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. നാരങ്ങാനീരിന് പകരം നമുക്ക് വൈറ്റ് വിനെഗർ ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ഏത് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടി ലൂസ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, നമ്മുടെ മയോണൈസ് നല്ല ഫോമിലായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയ മയോണൈസാണ്. നമുക്ക് ഓയിലോ മുട്ടയോ പാലോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് വീട്ടിൽ ഉണ്ടാക്കാം. പിന്നെ ഇത് കുറച്ച് റിച്ച് ആണെന്നേ ഉള്ളൂ. അതുപോലെ വെജിറ്റേറിയൻസിനൊക്കെ തീർച്ചയായിട്ടും പറ്റിയൊരു മയോണൈസാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ മയോണൈസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ മയോണൈസും അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഷവർമക്ക്, അറബിക് റൈസിനൊക്കെ മയോണൈസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇനി മുതൽ ഈ മയോണൈസ് നമുക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓയിലും മുട്ടയും പാലും ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മയോണൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്